നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റിയർ വൈപ്പർ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ശരിയാണ്, ഫ്രണ്ടിലത്തെ വൈപ്പർ റീപ്ലേസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ബാക്കിലത്തെ വൈപ്പർ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും അതും സിമ്പിളാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏതായാലും അത് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Textbooks. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ വൈപ്പറൊന്ന് പൊക്കി വയ്ക്കുക. എന്നിട്ട് ഈ വൈപ്പറിൻ്റെ ബ്ലേഡ് ഞാൻ ഈ കാണിക്കുന്ന പോലെ, അതായത് ഒരു സൈഡിലോട്ടൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ബാക്കിലൊരു ഫോഴ്സ് കൊടുക്കുക. ബാക്കിൽ ഫോഴ്സ് കൊടുത്ത് ഈ ഒരു ഭാഗം നമ്മൾ ഒടിക്കുന്ന ഒരു രീതിക്ക് ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു വൈപ്പർ ബ്ലേഡ് ഈ ഒരു ഭാഗത്ത് അധികം ഫോഴ്സ് കൊടുക്കാതെ ഇവിടെയും പിടിച്ച് ഈ ഒരു ഭാഗം കൂടെ പിടിച്ച് ഒടിക്കുന്നത് പോലെ തന്നെ ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയി. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു ലോക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു ലോക്കിനകത്താണ് ഇത് കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അഴിച്ചതുപോലെ തന്നെ, അതായത് എങ്ങനെയാണ് നമ്മൾ ഒടിച്ചെടുത്തത് ആ ഒരു പൊസിഷനിലോട്ട് തന്നെ നമ്മളിത് കയറ്റിയിടുക. ആ സ്ലോട്ടിലോട്ട് തന്നെ ഇടുക. എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും കേട്ട് കാണും, ഒരു ടിക്ക് എന്ന് പറഞ്ഞ ഒച്ച കേട്ടു. അപ്പോൾ ഇതിനകത്തത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് മടക്കി നേരെ പുറത്തോട്ട് വലിച്ചെടുത്താൽ മതി. തിരിച്ച് അതുപോലെ തന്നെ ഞാൻ ഇടുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ രണ്ട് സൈഡിലും കൂടെ ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ വീഡിയോ മാത്രമാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.